അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 41. ആരവേട്ട, ആരവേട്ടന് ഈ ഷർട്ട് ലൂസാവും, ബ്ലാക്ക് കറക്റ്റാ. ജ്വാല ഒന്നുകൂടി പറഞ്ഞു നോക്കി. അപ്പു അവളെ സൂക്ഷിച്ചു നോക്കി. അവള് വീണ്ടും വീണ്ടും ഈ ഷർട്ട് തനിക്ക് തരാതിരിക്കാൻ വാശി കാണിക്കുന്നത് അവനിൽ കുഞ്ഞു സംശയം നിറച്ചു. അവൻ അഗ്നിയെ ഒന്ന് നോക്കി. അവൻ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ ജ്വാലയെ നോക്കിയിരിക്കുകയാണ്. അപ്പുവിനിപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി. അവനിൽ കുസൃതി നിറഞ്ഞു. അത് സാരല്ലടി ഏട്ടത്തി, എനിക്കിത് മതി. ലൂസാണെങ്കിൽ ഞാൻ ഷേപ്പ് ആക്കിക്കോളാം. നിനക്ക് എന്താ പ്രശ്നം? എൻ്റെ ഏട്ടൻ വാങ്ങിച്ചതല്ലേ. ഏട്ടന് ഞാൻ ഇതെടുത്താലും ഒരു പ്രശ്നവും കാണില്ല. അപ്പു പറഞ്ഞതും ജ്വാല ചുണ്ടുപിളർത്തി മോഹനെ ചിത്തുവിനെ നോക്കി. അത് കണ്ട് അവരവളെ നോക്കി കണ്ണു ചിമ്മി. അപ്പു, അത് കണ്ണിന് വേണ്ടി വാങ്ങിച്ചതല്ലേ, അത് അവന് കൊടുക്ക്. ചിത്തു പറഞ്ഞു. ഞാൻ കൊടുക്കില്ല. അപ്പു മുഖം വീർപ്പിച്ചു. ജ്വാല സങ്കടത്തോടെ അഗ്നിയെ നോക്കി. അത് കണ്ട് അവന് പാവം തോന്നി. ആ ഷർട്ട് ഇങ്ങ് തന്നേടാ, നീ കുറെ നേരമായല്ലോ എന്റെ കൊച്ചിനിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നു. എല്ലാ ഷർട്ടും നിനക്ക് തരുന്നത് പോലെ ഇത് ഞാൻ നിനക്ക് തരില്ല. ഇതെന്റെ ഭാര്യ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തന്ന ഷർട്ടാ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ജ്വാല ചമ്മലോടെ പെട്ടെന്ന് തല താഴ്ത്തി. ചിത്തിരയ്ക്കും മോഹനും സന്തോഷമായി. ആഹാ, അപ്പന്റെ ഏട്ടത്തി പെണ്ണ് അവളുടെ കെട്ടിയൊരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാൻ തുടങ്ങിയില്ലേ? അമ്മേ കേട്ടോ? ആ, നടക്കട്ടെ. നമുക്ക് ഈ ഷർട്ടൊന്നും വേണ്ടായേ, അവൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് ആ ഷർട്ട് അഗ്നിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ബ്ലാക്ക് കളർ ഷർട്ട് എടുത്ത് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങി. ജ്വാല പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അപ്പു എന്തായെന്ന പോലെ അവളെ നോക്കി. ആരവേട്ടന് ഞങ്ങൾ ഇനി പുറത്തു പോകുമ്പോ ഞാൻ നോക്കി വാങ്ങിത്തരാട്ടോ. നീ ഇനി പുറത്തേക്ക് കൊണ്ടുപോവാന്ന് ആരവേട്ടൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ പൂച്ചക്കണ്ണുകൾ ഒന്നുകൂടി തിളങ്ങി. അപ്പു ചിരിയോടെ തലകുലുക്കി. എല്ലാവരും അകത്തേക്ക് കയറി. നിങ്ങൾ കഴിച്ചതല്ലേ മക്കളെ? ചിത്തിര ചോദിച്ചു. ആ അമ്മേ, ഞങ്ങൾ കഴിച്ചു. അഗ്നിയാണ് അത് പറഞ്ഞത്. ആ, എന്നാ പോയി കിടക്കാൻ നോക്ക് രണ്ടാളും, സമയം ഒത്തിരിയായി. ചിത്തിര പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ കവിളിൽ തലോടി അടുക്കളയിലേക്ക് പോയി. അഗ്നി മുകളിലേക്ക് നടന്നു. എടി ഏട്ടത്തിപ്പെണ്ണെ, നിനക്ക് ഇന്ന് കുറച്ചുകൂടെ ഗ്ലാമർ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാ നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ. അപ്പു അവളുടെ കവിളിൽ പിച്ചി. ആണോ? അവൾ ചിരിയോടെ ചോദിച്ച് അപ്പുവിനെ മോഹനെ നോക്കി. പിന്നെ അല്ലാതെ, എൻ്റെ മോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും സുന്ദരിയല്ലേ. പക്ഷെ അപ്പു പറഞ്ഞ പോലെ ഇന്ന് ഒന്നുകൂടി ചന്തം കൂടി. മോഹന് സമ്മതിച്ചു. ജ്വാലയ്ക്ക് സന്തോഷമായി. ഞാൻ കരുതി ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാ നിങ്ങളല്ല എന്നെ വഴക്കു അറിയുന്നു. തറവാട്ടിൽ അങ്ങനെയാ. അവളുടെ സ്വരമിടറി. അപ്പു അവളുടെ തലയിലൊന്ന് കൊട്ടി അവളെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചു. അത് നിന്റെ വീട്, ഇത് നമ്മുടെ വീട്. ആ ഒരു വ്യത്യാസം ഉണ്ട് ഏട്ടത്തി. ഇവിടെ നിന്റെ ഫ്രീഡം നിന്റെ കയ്യിൽ തന്നെയാ. അവിടെ നീ അത് എല്ലാവർക്കും വേണ്ടി ഒതുക്കി വെച്ചു, അത്രയുള്ളൂ. അപ്പു പുഞ്ചിരിയോടെ പറഞ്ഞു. ജ്വാല ചിരിയോടെ തല ഉലുക്കി. അപ്പോഴേക്കും ചിത്ര ജഗ്ഗിൽ വെള്ളവുമായി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇന്നാ മോളെ വെള്ളം. കണ്ണന് രാത്രി എണീറ്റ വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. ചിത്തിര പറഞ്ഞതും അവള് തലകുലുക്കി ജഗ് വാങ്ങിച്ചു. കുഞ്ഞാ വന്നേ. അഗ്നി ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് ജ്വാലയെ വിളിച്ചു. ജ്വാല എല്ലാവരും ഒന്ന് നോക്കി മുകളിലേക്ക് നടന്നു. ആ അച്ഛാ, ഞാനും ജ്വാലയും കൂടി നാളെ മംഗലത്തൊന്ന് പോവാന്ന് കരുതുക. അവരായിട്ട് അങ്ങോട്ട് വിളിക്കില്ലല്ലോ, പക്ഷേ നമ്മള് കണ്ടറിഞ്ഞ് ചെല്ലുന്നതല്ലേ അതിന്റെ മര്യാദ. അഗ്നി കണ്ണിറുക്കിക്കൊണ്ട് ചിരിയോടെ അയാളോട് പറഞ്ഞു. ആണോ? നല്ല കാര്യം, പോയി വാ. മോഹൻ പറഞ്ഞതും ജ്വാല സന്തോഷത്തോടെ അഗ്നിയെ നോക്കി. അവൻ അവളെ ഒന്ന് നോക്കി റൂമിലേക്ക് തിരികെ നടന്നു. ജ്വാലയും അവന് പുറകെ പോയി. നാളെ തന്നെ വരില്ലേ മോഹനേട്ട മക്കള്? ചിത്തിര വാടിയ മുഖത്തോടെ ചോദിച്ചു. അതെന്താടാ അങ്ങനൊരു ചോദ്യം? മോഹൻ നെറ്റിച്ചുളിച്ചു. ഏയ് ഒന്നുമില്ല. മോളിങ്ങോട്ട് വന്നേ പിന്നെ വീടൊന്ന് ഉണർന്നിട്ടുണ്ട്. അപ്പൊ ഇനി മോളില്ലാതെ എങ്ങനെയാ? അവർ മങ്ങിയ മുഖത്തോടെ ചോദിച്ചു. മോഹൻ വെറുതെ ഒന്ന് തല ഉലുക്കി. ഏയ് ഓൾഡ് ലേഡി, അവര് നാളെ പോയാ നാളെ തന്നെ ഇങ്ങോട്ട് വരുന്ന എനിക്ക് തോന്നണില്ല. ഏട്ടൻ അവിടെ കുറച്ച് പണിയൊക്കെ ഉള്ളതാ. അപ്പോ 2 ദിവസം എങ്ങനെയും പിടിക്കുമായിരിക്കും. അപ്പു ചിത്രയുടെ സങ്കടം മാറ്റാൻ കുറുമ്പോടെ പറഞ്ഞു. 2 ദിവസോ? ചിത്രയുടെ മുഖം വാടി. ആഹാ, അമ്മയ്ക്ക് അത്ര സങ്കടാണെങ്കിൽ ഞാനൊരു കല്യാണം കഴിക്കാം. എന്നാ കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് ആരെങ്കിലും ഒരാളെ കൂട്ട് കാണും. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ എനിക്കൊരു മടിയില്ല. അത്രയ്ക്കുണ്ട് എനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം. അപ്പു ഇല്ലാത്ത കണ്ണുനീർ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. ചിത്ര അവനെ കണ്ണുരുട്ടി നോക്കി. ഹിഹി, ഇഷ്ടായില്ലേ കുട്ടിക്ക്? എന്നാ അങ്ങനൊരു ത്യാഗം വേണ്ട അല്ലേ? അപ്പു ഇളിച്ചു. ആദ്യം എൻ്റെ മോനൊന്ന് മുതിർന്നൂന്ന് ഞങ്ങൾക്ക് തോന്നട്ടെ, എന്നിട്ടല്ലേ കല്യാണം. പോയി കിടന്നുറങ്ങട ചക്ക. മോഹൻ അവന്റെ തലക്കിട്ട് കിഴുക്കി. അച്ഛനാണത്ര അച്ഛൻ. ഞാനിവിടെ മറ്റുള്ളവരുടെ കിസ്സിങ് സീനും കണ്ട് പൊര നിറഞ്ഞു നിന്ന് പോവേ ഉള്ളൂ എന്നും. എൻ്റെ വിധി. അപ്പു ചാടിത്തുള്ളി മുകളിലേക്ക് പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു. അവൻ പോകുന്നത് നോക്കി മോഹൻ ചിരിയോടെ ചിത്തിരയെ ചേർത്ത് പിടിച്ചു. ചിത്തിര അയാളുടെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ചു. ജ്വാല റൂമിലേക്ക് കയറി ജഗ് ടേബിളിൽ വെച്ച് അഗ്നിയെ നോക്കി.
അവൻ അപ്പോഴേക്കും വാർഡ്രോബ് തുറന്ന് ഒരു മുണ്ടും ടീഷർട്ടും ടവലും എടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാ കുഞ്ഞാ, നീയും കുളിച്ചിട്ട് കിടന്നാ മതി, ബീച്ചിലൂടെയൊക്കെ ഓടി കളിച്ചതല്ലേ, അവൻ അവളോട് പറഞ്ഞു. അവൾ ശരിയെന്ന പോലെ തലകുലുക്കിയെങ്കിലും അവന്റെ മുഖം വീർത്തിരിക്കുന്നത് കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്താണാവോ പറ്റിയേ, ഇതിനെ കവിളിങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? ജ്വാല ആലോചനയോടെ ബെഡിലേക്ക് ഇരുന്നു. അഗ്നി കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോഴും ജ്വാല അതേ ഇരിപ്പ് തന്നെയാണ്. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തലതോർത്തിയ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചു. കുഞ്ഞാ, പോയി കുളിച്ചേ, അവൻ പറഞ്ഞു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എന്റെ പെണ്ണെ, എന്റെ ശബ്ദം കേട്ടേനാണോ നീ ഇങ്ങനെ കിടന്ന് ഞെട്ടുന്നേ? ഞാൻ മനുഷ്യന്മാരെ തിന്നാൻ തുടങ്ങിയിട്ടില്ല, അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല പെട്ടെന്ന് തല താഴ്ത്തി വാർഡ്രോബിനടുത്തേക്ക് നടന്നു. അവള് വാർഡ്രോബ് തുറന്ന് ഒരു ധാവണി വലിച്ചെടുത്തു. എന്റെ പൊന്നു കുഞ്ഞാ, നീ ഇനി രാത്രി ധാവണി ചുറ്റാൻ പോവാണോ? നിനക്ക് അതിന്ന് വല്ല ടീഷർട്ടും സ്കേർട്ടൊക്കെ എടുത്ത് ഇട്ടൂടെ? അവൻ ചോദിച്ചു. വേണോ? അവൾ സംശയത്തോടെ അവനെ നോക്കി. നിനക്ക് ധാവണി തന്നെ വേണമെങ്കിൽ അതെടുത്തോ, ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂടാ. നാ ധാവണി വേണ്ടാലേ? അതും പറഞ്ഞുകൊണ്ട് അവൾ അതിനകത്ത് നിന്നും ഒരു ടീഷർട്ടും സ്കേർട്ടും ഷോർട്സും എടുത്ത് അവനെ തിരിഞ്ഞു നോക്കി. അവൻ എന്തായെന്ന പോലെ അവളെ നോക്കി പുരികമുയർത്തി. അവൾ ചുമലനക്കിക്കൊണ്ട് വാർഡ്രോബ് മറഞ്ഞു നിന്ന് ഇന്നേഴ്സ് കൂടി എടുത്തുകൊണ്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് എന്തായെന്ന പോലെ അവൻ സംശയത്തോടെ ബാത്റൂം ഡോറിനടുത്തേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്നെന്തോ മനസ്സിലായ പോലെ അവൻ ഒരു ചിരിയോടെ ഫോണെടുത്ത് അതിൽ നോക്കിയിരിക്കാൻ തുടങ്ങി. കുഞ്ഞാ, തല നനയ്ക്കണ്ടാട്ടോ, സമയം ഒത്തിരി ആയതാ, ജലദോഷം പിടിക്കും, അവൻ വിളിച്ചു പറഞ്ഞു. ശരി, അവളുടെ മറുപടിയും ഒപ്പം തന്നെ എത്തി. അവൻ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധിച്ചു. ജ്വാല കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അഗ്നി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുണ്ട്. മിററിന് മുന്നിൽ നിന്ന് മുടി ചീവി കെട്ടുമ്പോഴും അവൾ അവന്റെ ചിരി കാണുന്നുണ്ടായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ജ്വാലയെ മുഖമുയർത്തി നോക്കുന്നുണ്ട്. ജ്വാല മുടി കെട്ടിക്കഴിഞ്ഞ് അവനെ തിരിഞ്ഞു നോക്കി. അതേ നിമിഷം തന്നെ അവനും അവളെ മുഖമുയർത്തി നോക്കി. എന്താ എന്തിനങ്ങനെ ചിരിക്കണേ? അവൾ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവന്റെ മുന്നിലായി ബെഡിൽ വന്നിരുന്നു. അവിടെയല്ല, ഇങ്ങോട്ട് വന്നിരി, ഞാനൊരു കാര്യം കാണിച്ചു തരാം, അവനവന്റെ മടിയിലേക്ക് ഇരിക്കാൻ കൈ കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ജ്വാല അവനെ മിഴിച്ചു നോക്കി. അയ്യ, ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റൂച്ചാ കാണിച്ചു തന്നാ മതി, അവൾ ചുണ്ടുകൊട്ടി. അഗ്നി മുഖം വീർപ്പിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഫോണ് വെച്ചു കൊടുത്തു. അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്തിനാ എന്നെ നോക്കുന്നേ? അത് പ്ലേ ചെയ്ത് നോക്ക്, വ്യാസ് നമ്മളറിയാതെ എടുത്ത വീഡിയോയാ, അഗ്നി പറഞ്ഞതും ജ്വാല തല കുലുക്കിക്കൊണ്ട് വീഡിയോ പ്ലേ ചെയ്തു. അഗ്നി അവളെ വെള്ളത്തിലേക്ക് ഇറക്കുന്നതും രണ്ടുപേരും വെള്ളം പരസ്പരം ദേഹത്തേക്ക് തെറിപ്പിക്കുന്നതും അത് കഴിഞ്ഞ് ജ്വാല ഓടുന്നതും അവളെ പിടിക്കാൻ അഗ്നി പിറകെ ഓടുന്നതുമെല്ലാം വീഡിയോയിലൂടെ കണ്ട് ജ്വാലയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ കണ്ണു മിഴിഞ്ഞതും വാ പൊളിയുന്നതും കണ്ട് അഗ്നിക്ക് ചിരി വന്നു. അഗ്നി ചിരിയോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പെട്ടെന്ന് അവളുടെ പുറകിലായി വന്നിരുന്നു. ജ്വാല അപ്പോഴും ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പോലും കഴിയാതെ വിറച്ചിരിക്കുകയാണ്. ജ്വാലയെ ചുംബിക്കുന്ന അഗ്നിയുടെ വീഡിയോ. അവള് വെപ്രാളത്തോടെ ഫോണിൽ നിന്ന് നോട്ടം മാറ്റി അഗ്നിയെ നോക്കി. അവന് മുന്നിൽ കാണാഞ്ഞതും അവള് പിടച്ചിലൂടെ തന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ പൊക്കിയെടുത്ത് അവന്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു. ജ്വാല പിടപ്പോടെ അവന്റെ ടീഷർട്ടിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. വീഡിയോ ഇഷ്ടായോ? അവൻ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു. അവള് മറുപടി പറയാതെ തല താഴ്ത്തിപ്പിടിച്ച് അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവളെ അതിനനുവദിക്കാതെ അവളുടെ വയറിലൂടെ കൈചുറ്റി ഒന്നുകൂടെ അവളെ അവനിലേക്ക് ചേർത്തിരുത്തി. ജ്വാല അവന്റെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി. സോറി, അവൻ വീഡിയോ എടുക്കണത് ഞാനും കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഈ വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുഞ്ഞാ, എന്നും ഓർമ്മിക്കാൻ, അവൻ ചിരിയോടെ പറഞ്ഞു. അവളുടെ കവിളുകളിൽ ഒരു നേരിയ ചുവപ്പ് പടരുന്നത് അവൻ കൗതുകത്തോടെ നോക്കി. ഇന്നെന്റെ കുഞ്ഞൻ ഹാപ്പിയാണോ? അവൻ അവളുടെ ചമ്മല് മനസ്സിലാക്കി പെട്ടെന്ന് വിഷയം മാറ്റി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ചിരിച്ചു. ഹൃദയത്തിലൂടെ ഒരു ഐസുകട്ട വീണുടഞ്ഞതുപോലെ അവനൊന്ന് കുളിർന്നു പോയി അവളുടെ ആ പുഞ്ചിരിയിൽ. എന്തീ പുഞ്ചിരിയുടെ അർത്ഥം? പറയടാ, ഞാൻ കേക്കട്ടെ, അവൻ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷായി. ഒത്തിരി എന്ന് വെച്ചാ ഒത്തിരി. ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പോണേ. ആരും കൊണ്ടുപോയില്ല എന്നെ എങ്ങോട്ടും. പൊന്നൂന് എന്നെ കൂടെ കൂട്ടാൻ വലിയ ഇഷ്ടാ. എങ്ങോട്ടേലും പോവാൻ നിൽക്കുമ്പോൾ അവള് തറവാട്ടിലുള്ളവരോടൊക്കെ വഴക്കിടും എന്നെയും കൂടെ കൂട്ടാൻ പറഞ്ഞിട്ട്. പക്ഷെ കിച്ചേട്ടന് എന്നെ എങ്ങും കൊണ്ടുപോകണത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എങ്ങോട്ടും പോവില്ല. എനിക്ക് വേണ്ടി പൊന്നു അവരോട് വഴക്കിട്ട് ഇടയ്ക്ക് എനിക്ക് കൂട്ടിരിക്കും അവള്. എങ്ങാനും പോയാ കണ്ട കാഴ്ചയൊക്കെ എന്നോട് വന്ന് പറയും. അപ്പോ എനിക്കും അതൊക്കെ കണ്ട പോലെ തോന്നും. അത്രേ അറിയൂ എനിക്ക്. അല്ലാതെ അല്ലാതെ എന്നെ ആരും അങ്ങോട്ടും. അവളുടെ സ്വരമിടറി. അഗ്നിയുടെ കൈകൾ തന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കുന്നത് മനസ്സിലായപ്പോഴാണ് താൻ കരയുകയായിരുന്നു എന്ന് അവൾക്ക് തന്നെ മനസ്സിലായത്.
അവൾ അതേ കണ്ണുകളോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ പെട്ടെന്ന് അവളുടെ ഇരു കണ്ണുകളിലും മാറി മാറി ചുംബിച്ച് അവളുടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് വെച്ച് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഈറനായ തന്റെ കണ്ണുകളെ അവൾ കാണാതെ അവൻ തുടച്ചു നീക്കി. ജ്വാല അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാനില്ലേ കുഞ്ഞ, എന്റെ കുഞ്ഞിന് എങ്ങോട്ട് പോണെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിട്ടോ, ഞാൻ കൊണ്ടുപോവാടാ കുഞ്ഞിനെ, എവിടെ വേണേലും കൊണ്ടുപോവാ, അവൻ അവളോട് വാത്സല്യത്തോടെ പറഞ്ഞു. അവള് മൂളിക്കൊണ്ട് അവനെ തന്നെ നോക്കി. എന്തേ? അവളുടെ നോട്ടം കണ്ട് അവനൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. അത് പിന്നെ ഞാൻ റൂമിലേക്ക് വന്നപ്പോ എന്തിനാ മുഖം വീർപ്പിച്ചേ? അവൾ പതിയെ ചോദിച്ചു. അതുവരെ പുഞ്ചിരിയോടെ ഇരുന്ന അവന്റെ മുഖം ആ ഒരു ഒറ്റ ചോദ്യത്തിൽ മങ്ങിപ്പോയി. നേരത്തെ പോലെ ആ കവിളുകൾ വീണ്ടും കുത്തിവീർത്തു. ജ്വാല അവന്റെ മടിയിൽ നേരെ നിവർന്നിരുന്ന് അവനെ അമ്പരപ്പോടെ നോക്കി. എന്തിനാ അങ്ങനെ മുഖം വീർപ്പിക്കുന്നേ? ജ്വാല അവനോട് സംശയത്തോടെ ചോദിച്ചു. പിന്നെ എനിക്ക് വിഷമായതുകൊണ്ടാ. എന്തിന്? അവൾ നെറ്റി ചുളിച്ചു. എന്തിനാന്നോ? നിനക്കറിയില്ലേ, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു? എന്നിട്ട് പകരം നീ എനിക്ക് എന്താ തന്നേ? അവൻ പരിഭവത്തോടെ ചോദിച്ചു. അവന്റെ കൊച്ചു കുട്ടികളെ പോലുള്ള ഭാവം കണ്ട് അവൾ അവനെ അന്തം വിട്ട് നോക്കി. ഞാനെന്ത് തരാനാ? അവളുടെ മുഖം വാടി. എനിക്ക് തരാൻ പറ്റുന്ന സാധനം നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷേ ഈ വീട്ടിൽ ആർക്കൊക്കെ അത് കൊടുത്താലും നീ എനിക്ക് മാത്രം ഇത് തരില്ല. എന്നെ നിനക്ക് ഇഷ്ടമല്ലല്ലോ, എന്നോട് ദേഷ്യമല്ലേ? അവൻ മങ്ങിയ മുഖത്തോടെ പറഞ്ഞു. അവന്റെ വാക്കുകളിൽ അവൾക്കുള്ളിൽ എവിടെയോ ഒരു വേദന തോന്നി. ഇന്നെനിക്ക് ആരവേട്ടന്റെ ഏട്ടനെ ഒത്തിരി ഇഷ്ടായല്ലോ, അവളൊരു ആവേശത്തിൽ പെട്ടെന്ന് പറഞ്ഞു. അഗ്നി ഞെട്ടലോടെ അവളെ നോക്കി. എന്താ? അവൻ വെപ്രാളപ്പെട്ട് ചോദിച്ചു. ജ്വാല ഒന്നുമില്ല എന്ന പോലെ പെട്ടെന്ന് തലയാട്ടി. കുഞ്ഞാ, പ്ലീസ് പ്ലീസ് പറയടാ, നല്ല കുട്ടിയല്ലേ, എൻ്റെ പൊന്നല്ലേ, വാവയല്ലേ, ഒന്ന് പറയടാ, ഇപ്പൊ എന്താ പറഞ്ഞേ? അവൻ അവളുടെ വായിൽ നിന്നും വീണ്ടും അത് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പറയടാ പ്ലീസ്, അവൻ കെഞ്ചി. അത് ഇന്നെനിക്ക് ഡ്രസ്സ് ഇട്ട് തന്നില്ലേ, നിന്റെ ശരീരത്തിലേക്ക് നോക്കിയില്ലല്ലോ, പിന്നെ എനിക്ക് കണ്ണെഴുതി തന്നില്ലേ, എന്നെ ഒരുക്കിയില്ലേ, എനിക്ക് ഒത്തിരി സന്തോഷായി, എൻ്റെ അച്ഛൻ നോക്കുന്നത് പോലെ തോന്നി. അവളുടെ സ്വരമിടറി. അവന്റെ കണ്ണുകൾ തിളങ്ങി. അച്ഛയുടെ പോലെ മാത്രമേ തോന്നിയുള്ളൂ കുഞ്ഞ, അതുകൊണ്ടാണോ എന്നോട് ഇഷ്ടായേ? അവൻ വീണ്ടും ചോദിച്ചു. അറിയില്ല, പക്ഷെ നിൽക്കുന്ന നിങ്ങളോട് അത് പിന്നെ ഇന്നിഷ്ടായി, അവൾ വിറയലോടെ പറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അത് കണ്ട് അവളുടെ മുഖം മങ്ങി. എന്തിനാ കരയണേ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. സന്തോഷം കൊണ്ടാ. അവൻ കണ്ണു തുടച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ ചുടികളും ഒന്ന് വിടർന്നു. ഇനി പറ, നേരത്തെ എന്താ പറഞ്ഞേ? ഞാനിവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്താലും നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞത് എന്താ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഓ, അത് വിട്ടേക്ക്, അതെന്തായാലും നീ എനിക്ക് തരാൻ പോണില്ല, വെറുതെ എന്തിനാ? അവന്റെ മുഖം വീണ്ടും വീർത്തു. പറയുന്നേ പ്ലീസ്, അവൾ കെഞ്ചി. പറയണോ? അവൾ മൂളി. അതുണ്ടല്ലോ കുഞ്ഞ, ഇന്നെന്റെ കുഞ്ഞിന് ഒത്തിരി സന്തോഷമായ ദിവസാന്നല്ലേ പറഞ്ഞേ, അപ്പോ ഈ സന്തോഷമൊക്കെ എന്റെ കുഞ്ഞിന് തന്നതാരാ? അവൾ അവന് നേരെ വിരല് ചൂണ്ടി. ഓക്കെ, സമ്മതിച്ചു, ഞാൻ തന്നെ. പക്ഷെ ഇത്രയും സന്തോഷം ഞാൻ നിനക്ക് തന്നിട്ടും നീ എനിക്കൊന്നും തന്നില്ലല്ലോ. അതുമാത്രമല്ല, അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. അപ്പോ അവൻ പറഞ്ഞു. ഞാൻ അമ്മയ്ക്ക് എന്തു കൊടുത്തു? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. ആഹാ, എന്നോടാണോ ചോദിക്കുന്നേ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ എന്താ അമ്മയ്ക്ക് കൊടുത്തേന്ന്? അവൻ മുഖം വീർപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും മുഖം വെട്ടിച്ചു. ജ്വാല ആലോചനയോടെ മുകളിലേക്ക് നോക്കി. അമ്മയ്ക്ക് കൊടുത്തത് എന്താണെന്ന് ഓർമ്മ വന്ന നിമിഷം അവളൊന്ന് വിറച്ചു. അവളുടെ വിറയിൽ മനസ്സിലായതുപോലെ അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ ഓർമ്മ വന്നോ അമ്മയ്ക്ക് എന്താ കൊടുത്തേന്ന്? അവൻ നേർത്ത സ്വരത്തിൽ ചോദിച്ചു. അവള് പതിയെ മൂളിക്കൊണ്ട് തല താഴ്ത്തി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ അവനെ പതർച്ചയോടെ നോക്കുന്നുണ്ട്. എനിക്കൊരു ഉമ്മ തരൂ കുഞ്ഞ, ഒരു കുഞ്ഞുമ്മ മതി, കൊതിയായിട്ടാ, അവൻ ആർദ്രമായി പറഞ്ഞു. ജ്വാല അവനെ പകപ്പോടെ നോക്കി. അത് കണ്ട് അവന്റെ മുഖം മങ്ങി. അവൻ പെട്ടെന്ന് അവളെ അവന്റെ മടിയിൽ നിന്നും ഇറക്കിയിരുത്തി. അവൾ അവന്റെ മുഖത്തേക്ക് അപ്പോഴും നോക്കുന്നുണ്ട്. സോറി കുഞ്ഞ, ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. അമ്മയ്ക്ക് നീ ഉമ്മ കൊടുക്കുന്ന കണ്ടപ്പോ കുശുമ്പ് കുത്തിയത് എനിക്ക്. സാരല്ല, മോള് കിടക്കാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ഫോൺ മാറ്റിവെച്ച് ബെഡിലേക്ക് കയറിക്കിടന്ന് കണ്ണിന് കുറുകെ കൈവച്ചു. അവന്റെ കണ്ണുകൾ പുകഞ്ഞു. തനിക്ക് ഉമ്മ തരുമോ എന്ന് ചോദിച്ചപ്പോഴുള്ള അവളുടെ മുഖഭാവത്തിൽ നിന്നും അവളുടെ ഉള്ളിൽ തനിക്കൊരു നേരിയ സ്ഥാനം പോലും ഇല്ല എന്ന് അഗ്നിക്ക് തോന്നി. ഉള്ളിൽ വല്ലാത്തൊരു വേദന. ബെഡിലേക്ക് ജ്വാല കയറി കിടക്കുന്നതും അവൾ ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പ് ഇട്ടതും അവൻ അറിഞ്ഞു. അവൻ ഒരു കൈകൊണ്ട് അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് കിടത്തി. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും മറു കൈകൊണ്ട് കണ്ണിനെ മൂടി കിടക്കുക തന്നെയാണ്.
അവൾ അല്പനേരം അവനെ അങ്ങനെ തന്നെ നോക്കിക്കിടന്നു. കുറച്ചു സമയത്തിന് ശേഷം തന്റെ കണ്ണിൽ നിന്നും ആരോ കൈയെടുത്ത് മാറ്റുന്നത് അഗ്നി അറിഞ്ഞു. അവൻ കണ്ണുകൾ വെട്ടി തുറന്നു. തന്റെ മുഖത്തോടടുപ്പിച്ച് ജ്വാലയുടെ മുഖം. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. കുഞ്ഞ, എന്താ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. പക്ഷെ അവൾ മറുപടി പറഞ്ഞില്ല. എന്നാൽ അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നു. അഗ്നിക്ക് എന്തെങ്കിലും മനസ്സിലാവും മുന്നേ അവൾ പെട്ടെന്ന് താഴ്ന്നു വന്ന് അവന്റെ താടിക്കിടയിലൂടെ അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചിരുന്നു. അവൾ അവനായി നൽകുന്ന ആദ്യത്തെ ചുംബനം. അഗ്നിയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. അവളുടെ ചുണ്ടുകളുടെ ചൂട് അപ്പോഴും അവന്റെ കവിളിൽ തങ്ങി നിന്നു. അവൻ അമ്പരപ്പോടെ അവളെ നോക്കി. നിന്ന് എല്ലായിടത്തും കൊണ്ടുപോയില്ലേ, അതിനാ? അവൾ പതിയെ പറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ പെണ്ണിന്റെ ഉള്ളിൽ എവിടെയോ തനിക്കും ഒരു സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അഗ്നി അവളുമായൊന്നും അറിഞ്ഞ് അവളുടെ മുഖം മുഴുവൻ അവന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. നെറ്റിയിൽ, കണ്ണിൽ, കവിളിൽ, മൂക്കിൽ, ആ തുടുത്ത ചുണ്ടിൽ, അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും. ജ്വാല വിറയലോടെ അവനെ ചുറ്റിപ്പിടിച്ചു. ചുണ്ടിൽ പിന്നെയും പിന്നെയും അമർന്നു പോകുന്ന അവന്റെ ചുണ്ടുകൾ. പരസ്പരം സംസാരിക്കാൻ കഴിയാതെ മൗനം കൊണ്ട് കടന്നുപോയ അല്പനേരം. താങ്ക് യു കുഞ്ഞ, അവൻ ആർദ്രമായി പറഞ്ഞു. നെന്തിനപ്പോ ഉമ്മ വെച്ചേ? അവളുടെ പരിഭവം നിറഞ്ഞ സ്വരം അവൻ കാതിൽ കേട്ടു. ഇഷ്ടം കൊണ്ട്. അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ചിരിയോടെ മറുപടി പറഞ്ഞു. ജ്വാല ഏങ്ങിക്കൊണ്ട് കഴുത്ത് വെട്ടിച്ചു. പക്ഷെ അവനോട് ഒന്നും അവൾ മിണ്ടിയില്ല. എന്നാൽ അവന്റെ നിശ്വാസത്തിൽ പിന്നെയും പിന്നെയും പിടയുന്ന പെണ്ണ്. അത് മനസ്സിലായ പോലെ അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖം മാറ്റി ബെഡിൽ മലർന്നു കിടന്ന് അവൾ അവനരികിലേക്ക് വലിച്ച് ചേർത്ത് കിടത്തി. അകന്നു മാറാൻ ശ്രമിച്ചാലും അവൻ വിടില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ഒതുങ്ങിക്കിടന്നു. നാളെ തറവാട്ടി പോകുന്നു പറഞ്ഞത് സത്യാണോ? അല്പനേരം കഴിഞ്ഞ് ജ്വാല ചോദിച്ചു. പോണ്ടേ? അഗ്നി മറുചോദ്യം ചോദിച്ചു. വേണം, പൊന്നൂനെ കാണണം, അവള് പറഞ്ഞു. പോവാടാ, ഇപ്പോ എന്റെ കുഞ്ഞു ഉറങ്ങിക്കോട്ടോ. അവൻ പറഞ്ഞതും അവള് മൂളിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു. അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ച് കിടത്തുമ്പോഴും അല്പനേരം മുന്നേ അവള് നൽകിയ ആദ്യ ചുംബനത്തിന്റെ സന്തോഷത്തിലായിരുന്നു അഗ്നി. തുടരും.